ഡിയർ, ഞാൻ ഇത്രയും സോഫ്റ്റ് ആയിട്ട് പെരുമാറിയിട്ടും നിനക്കത് താങ്ങാനാവുന്നില്ലേ? യു ബാസ്റ്റേഡ്, ഐ വിൽ ഷോ യു ഹു ഐ ആം. സോറി ഡിയർ, എനിക്ക് നിന്നോട് കളിച്ച് ബോറടിച്ചു. ലെറ്റ്സ് എൻഡ് ദി ഗെയിം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു മിസ്റ്റർ ഭഗത് കാശ്വീർ. അമൂൽ ബേബിക്ക് വീട്ടിൽ കാണാൻ സമയമായില്ലേ? നിനക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല ഇത്. ഡേട്ടാ കളിക്കല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? അല്ലേ വേണ്ട, ആ ഫോണെങ്കിലും വിളിച്ചാൽ എടുത്തുവിടെ. നിങ്ങൾക്ക് സൗകര്യമില്ല ഇതെല്ലാം ചോദിക്കാൻ. നീ ആരാ? എൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ. ഇപ്പോഴേ നിങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ ഭാര്യയായിട്ട് സഹിക്കാൻ പോകുന്നത്. നോക്കി പേടിപ്പിക്കണ്ട, വാ നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങളെ വിളിക്കാനാ ഞാൻ വന്നേ. എനിക്കെന്താ എൻ്റെ വീട്ടിൽ പോകാൻ അറിയില്ലേ? നീ എന്നെ വിളിച്ചിട്ട് പോവാൻ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേട്ടാ. നിങ്ങളുടെ വാല് കുറേ നേരം എന്നെ കിടന്ന് വിളിക്കുന്നു, നിങ്ങളെ കിട്ടാത്തോണ്ട് അങ്ങനെ തപ്പി ഇറങ്ങിയതാ. ഒന്ന് നടക്ക്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ സാറ് ഫോൺ എടുത്തില്ല. എടുക്കാൻ സൗകര്യമില്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. എന്താ സാർ ഒരു സ്നേഹമില്ലാത്ത പോലെ? ഞാൻ സാറിനെ കിട്ടാണ്ടായപ്പോൾ സാറിൻ്റെ അനിയനെ വരെ വിളിച്ചു, അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ അവൻ എൻ്റെ കസിനാണ്, അനിയനല്ല. പിന്നെ എന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നേരെ അവനെ വിളിക്കേണ്ട ആവശ്യം നിനക്കില്ല. സാർ ഇത് അത്യാവശ്യം വന്നപ്പം വിളിച്ചതാ. എന്താണാവോ നിനക്ക് ഇത്ര അത്യാവശ്യം? ചീഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. മുന്നോട്ടേക്ക് ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ അത് ഒതുക്കി തീർക്കാനാ പറയുന്നത്. സന്തോഷം, ഇനി ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. എന്താ സാർ ഇങ്ങനെയെല്ലാം പറയുന്നത്? വീണ്ടും ഒരു കേസ് കയ്യിൽ നിന്ന് പോവുകയല്ലേ ചെയ്തത്? പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് മോങ്ങണോ? വേണ്ട സാർ, ഞാനേ സാറിനൊരു ചായ മേടിച്ചിട്ട് വരാം. അതായിരിക്കും എന്തുകൊണ്ടും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. എങ്ങോട്ടെങ്കിലും പോകും. എൻ്റെ സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും പറയത്തില്ല. ഡാബി, അവൻ വന്നോ? വന്നു, ക്യാബിനിലുണ്ട്. പാവ എൻ്റെ സാറ് എന്തോ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാറിനൊരു ചായ മേടിച്ചിട്ട് വരാമെന്ന്. ഓ, വീണ്ടും? അപ്പൊ ഇന്നും വയർ നിറച്ച് കിട്ടിയല്ലേ? പിന്നെ സാറിനോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാ. വല്ലാതെ. നീ ചായ മേടിക്കാൻ അറിയതല്ലേ, പോയി മേടിച്ചിട്ട് വാ. എങ്ങനെയുണ്ട് ഇപ്പം നിന്റെ തലവേദന? കുറഞ്ഞോ? ഫീൽ ബെറ്റർ? അത് ബെറ്റർ ആവും. ഒരുത്തൻ്റെ തലമുണ്ട തല്ലി പിടിച്ചതല്ലേ, അറിയാലോ. പിന്നെ എന്തിനാ ചോദിക്കുന്നേ? എടാ, നിനക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണോ തല്ലുവിടാൻ പോകുന്നത്? ഇത് ചീഫ് എങ്ങാനും പറഞ്ഞാൽ എന്താവും അറിയാലോ. അതിന് അയാളുടെ ചെലവിലാണോ ഞാൻ കഴിയുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അറിയാലോ. പിന്നെ എന്തിനാ കണ്ടു ചിരക്കുന്നത്?
ഹലോ. ഓക്കെ, ഐ വിൽ ബി റീച്ചിങ് 15 minutes. സാറേ പോവാണോ? ചായ വേണ്ടേ? അത് നിന്റെ വായിലേക്ക് കമഴ്ത്തിയിട്ട് വേഗം വരാൻ നോക്ക്. ഇത് ചൂടുണ്ട്, എന്റെ വാ പൊള്ളും. അയ്യോ പോവല്ലേ, ഞാനുണ്ട്. എല്ലാ മീഡിയാസും ഉണ്ടല്ലോ. അപ്പൊ ഇത്തവണ നമ്മൾ വൈകി. അതിന് എപ്പോഴെങ്കിലും നീ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? ലേറ്റായി വന്നാലും ഞങ്ങൾ സ്റ്റൈലായിട്ട് വരും. കഴിഞ്ഞോ? ഇല്ല സാർ. എന്ത് പറ്റി? അല്ല, കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങോട്ട് പോകാമായിരുന്നു. പോവാൻ സാറേ, എന്റെ സാറ് പറഞ്ഞോണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. ദൈവമേ, ഇവനെല്ലാം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എടാ, പോവാനായില്ല. ഇത് 2 പ്ലേസിന്റെ മിഡിൽ നടന്ന ക്രൈം ആയതുകൊണ്ട് തന്നെ 2 സ്റ്റേഷനിലുള്ള ആൾക്കാർ ഈ കേസിൽ ഇൻവോൾവ് ആണ്. സോ ഗൗസോണിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ എത്തും. അവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ആരാ അവിടുന്ന്? ആരാന്നറിഞ്ഞാ നിനക്ക് ഒരുപാട് സന്തോഷമാവും. ഡെറിക്കാണ്, ഡെറിക് ഗബ്രിയേൽ. വാട്ട്? അവനോ? ഇയാളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല സാർ. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നീ വാ. ഈ നമ്പേച്ചിമാരെ പറ്റിയും വന്നിട്ടുണ്ട്. ഇതേ എന്റെ സാറിന് വല്ലതും പറഞ്ഞ അവനെ ഞാനൊന്ന് വല്ലതും ചെയ്യും. നോക്കിക്കോ. മിണ്ടാണ്ടിരുന്നോ, ഇല്ലെങ്കിൽ ഈ വയർലെസ് സെറ്റ് നിന്റെ വായിൽ ഞാൻ കുത്തിക്കയറ്റും. നിങ്ങൾ വാ. ഓടി കിടക്കുന്നത് അവിടെയാ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ കിരൺ, ഞാൻ സംഭവ സ്ഥലത്ത് തന്നെയാണുള്ളത്. പാക്സ് ആൻഡ് ഗൗസോൺ എന്നീ സ്ഥലങ്ങളുടെ ബോർഡറിലാണ് ബോഡി കണ്ടെത്തിയത്. സിറ്റിയിൽ തന്നെ ടോപ്പ് 10 ഡോക്ടേഴ്സ്മാരിൽ ഒരാളായ മാത്യു മാർട്ടിന്റെ പുത്രി റേച്ചൽ മാത്യു ആണ് കൊല്ലപ്പെട്ടത്. റേച്ചൽ ഒരാഴ്ചയായി മിസ്സിംഗ് ആയിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിജനമായ സ്ഥലത്ത് റേച്ചലിന്റെ ബോഡി പോലീസുകാർക്ക് കിട്ടിയത്. ഈ കേസിന്റെ അന്വേഷണ ചുമതല ഓഫീസർ ഭഗത് കശുദ്ദീനും ഓഫീസർ ഡെറിക് ഗബ്രിയേലിനുമാണ്. ഇരുവരും സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാരാദ്യം കണ്ടത്? ഇവിടെ അടുത്തൊരു മിൽക്ക് ഫാക്ടറി ഉണ്ട്. അവിടുത്തെ പണിക്കാർക്ക് സ്മെല്ല് ഒരുപാടായപ്പോൾ വന്ന് നോക്കിയതാ. അപ്പോഴാ കണ്ടത്. അബി, അവിടെ പോയിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കുക. ഓൾറെഡി വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു. നീ എടുത്തോന്ന് വെച്ച് എനിക്ക് എടുക്കാൻ പാടില്ലെന്നാ? ആ, എടുത്തോ. അവസാനം പൊങ്ങില്ലാന്ന് പറഞ്ഞ് വന്നേക്കരുത്. മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടെണ്ണോ? കാര്യമായിട്ട് പണിയറിയാവുന്ന ആരോ പണിതിട്ട് പോയതാന്ന് തോന്നുന്നു. കണ്ടില്ലേ കോലം? അത് നേരം. അല്ലാതെ നിന്നെ പോലെ ചൊറിയും കുത്തിയിരിക്കുമെന്ന് വിചാരിച്ചോ? പോടാ. ഇവനെ ഇന്ന് ഞാൻ ഭഗത്തെ വേണ്ട. മീഡിയാസ് മുഴുവൻ ചുറ്റിനുണ്ട്. വെറുതെ ഒരു പ്രശ്നമാക്കരുത്. ഞാനാണോ ഈ പുന്നാറ് മോനല്ലേ? സോറി ഡെറിക്, അവന് വേണ്ടി ഞാൻ മാപ്പിയൊരുക്കുന്നു. അവന് പറയാനുള്ളത് അവൻ തന്നെ പറയണം. അതിന് നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം സഞ്ജയ്? നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ ആളല്ല. ഇപ്പോൾ ഇവിടെ അതല്ലല്ലോ വിഷയവും. ഈ കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 2 കൂട്ടർക്ക് എളുപ്പത്തിന് ഒരു പ്ലേസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ലൊക്കേഷൻ ഇങ്ങനെ അയച്ചാൽ മതി, ഞങ്ങൾ പിറകെ വരാം. അതിനു മുമ്പ് ഇവരുടെ വായിലേക്ക് വല്ലതും ഇട്ട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ സമാധാനം തരില്ല. സാർ, ഇപ്പം നടന്ന സംഭവത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്?
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാർ, തള്ളിക്കയറി വന്നോണ്ട് ചോദിക്കുക, പൊന്നുമോൾ ഏത് പത്രത്തിൻ്റെയാ? അയം വളകുന്നത SK ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. അപ്പം മോളെ നന്ദേ, വന്ന് കയറിപാടെ ഉണ്ടാക്കാൻ ചത്തവനോ കൊന്നവനോ എൻ്റെ ആരുമല്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെതായ സമയം വേണം. അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഞാൻ ഷെർലക് ടോംസും അല്ല. പൊന്നുമോക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിന്റെയൊക്കെ വായിലേക്ക് തള്ളിത്തരാൻ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ഡീസൻ്റ് ആയിട്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഡീസൻസി ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് എടുത്തു തരാൻ എനിക്ക് തീരെ സൗകര്യമില്ല. നിങ്ങൾ സൗകര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഈ കേസിനെ പറ്റി ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അത് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ടതുപോലെ വിശദമായി തന്നെ ഞങ്ങൾ അറിയിച്ചേക്കാം. അതിന് മോൾ അത്രയും കഷ്ടപ്പെടണ്ട. ലുക്ക് മിസ്റ്റർ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതിന് താൻ ചോദ്യം ചെയ്യാൻ വരണ്ട. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറയണ്ട. താൻ പറയാതെ തന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. ശരിക്കും? പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചു നിന്റെ ടൈം വേസ്റ്റ് ആക്കുന്നേ? വേഗം ചെല്ല്. പിന്നെ വല്ലതും കിട്ടിയാ ഞങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചേക്ക്. ഞങ്ങൾക്കും കൂടി അതൊരു ഹെൽപ്പ് ആവൂലോ. താനെന്താ എന്നെ കളിയാക്കുക? ഇതാ നിങ്ങളുടെ കുഴപ്പം. പറയുന്നത് കാര്യമാണോ കളിയാണോ എന്ന് മനസ്സിലാക്കാൻ പാടാം. നിനക്കുണ്ടാക്കാൻ പറ്റുന്നത് നീ പോയി ഉണ്ടാക്കടി. മൈൻഡ് യുവർ ലാംഗ്വേജ്. ഒരു ജേർണലിസ്റ്റിനോട് സംസാരിക്കുന്നതിന് ഓർമ്മ വേണം. എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയും. അത് ജേർണലിസ്റ്റ് ആയാലും നിന്റെ തന്തയായാലും. താനു, എന്തായി ഞാൻ പറഞ്ഞത്? എല്ലാം റെഡിയല്ലേ? അത് പിന്നെ ബെല്ല, ആ ന്യൂസ് ഞങ്ങൾ ആഡ് ചെയ്തില്ല. വാട്ട്? ഞാൻ പറഞ്ഞതല്ലേ ആ ന്യൂസ് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് കേട്ടണെന്ന്. നാളെ കവർ ചെയ്ത് പോകേണ്ടതാ. നീ പറഞ്ഞ ന്യൂസ് വെച്ച് ഒരു ഫുൾ കവർ പേജാണ് ഞാൻ റെഡിയാക്കിയത്. എഡിറ്ററിന്റെ മുമ്പിലെത്തിയപ്പോഴേക്കും ഒറ്റയടിക്ക് ഇത് റിജക്ട് ചെയ്തു. എന്തിനാ? എന്നിട്ട് അയാൾ എന്ത് കോപ്പ അതിലേക്ക് കയറ്റിയത്? അയാളുടെ എപ്പോഴുള്ള പ്രശ്നമായത്. നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ മാത്രം നോ പറഞ്ഞ ഇത് റിജക്റ്റ് ആവുന്ന? അന്ന് അയാളെല്ലാം തലയായിട്ട് സമ്മതിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ എന്തോ അയാളുടെ മനസ്സിലുണ്ടെന്ന്. ഇനി എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ? എല്ലാത്തിനും സമ്മതം മൂടിയിട്ട് അവസാനം ഒന്നുമില്ലാന്ന് പറഞ്ഞ അയാളെ എനിക്കൊന്ന് കാണണം. ബെല്ല, നീ ഒരു പ്രശ്നത്തിന് പോവണ്ട. ഇത് പ്രശ്നത്തിന്റെ കാര്യമല്ല തനു. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. എന്താ ബെല്ല, ഒരാളുടെ ഓഫീസിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് തനിക്കറിയില്ലേ? സോറി സാർ, ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തന്നാ പോരെ. ഇപ്പൊ ഞാൻ എന്തിനാ വന്നതെന്ന് സാറിന് നല്ലപോലെ അറിയാലോ. ബെല്ല, നമ്മൾ അതിനെപ്പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. പിന്നെ എന്തിനാ സെയിം ടോപ്പിക് എടുത്തിരുന്നേ? അല്ല, ഡിസ്കസ് ചെയ്തപ്പം സാർ ഇത് എഗ്രി ചെയ്തതാണ്. പിന്നെ എന്തിനാ പെട്ടെന്ന് ന്യൂസ് മാറ്റാൻ? ബെല്ല ലിസൺ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. താനും അറിഞ്ഞു കാണുമല്ലോ ഫാക്ടറിയുടെ അടുത്ത് കിട്ടിയ ബോഡിയുടെ കാര്യം. ഇത് കാണാതായ കുട്ടികളുടെ ജീവന്റെ കാര്യമാണ്. അതിലും വലുതാണ് മരിച്ചുപോയ ഒരാള്. ഇവിടെ എന്ത് ന്യൂസ് ആക്കണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു പോകൂ. സോ പറഞ്ഞ പണി താൻ പോയി ചെയ്യാൻ നോക്ക്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ബാക്കിയുള്ളവരോട് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഫോറൻസിക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാരാ? രണ്ടും ഒരുമിച്ചുള്ളത് NV ഹോസ്പിറ്റലാണ്. സോ അങ്ങോട്ടേക്കാണ് എല്ലാം മാറ്റിയിരിക്കുന്നത്. ഹെഡാണ് അങ്ങോട്ടേക്ക് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഇതുപോലുള്ള കേസിൽ അവരാണ് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറ്. താനൊന്ന് അകത്തേക്കല്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. എടാ നന്ദു, ഇവിടെ ചിലവര് ഒറ്റയ്ക്ക് എന്തൊക്കെയോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ സഹായം തരാൻ വേണ്ടി വന്നല്ലേ?
അതങ്ങനെയാ സാർ, ചിലർ പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. അതെങ്ങനെയാടാ പറയുന്നേ? കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നല്ലേ? ഇവനില്ല ഞാൻ. എടാ, നീ പോയി നിന്റെ പണി ചെയ്യാൻ നോക്ക്. ഇല്ല സാർ, ഇയാളെ പറയുന്നത് കേട്ടില്ലേ? നോക്കടാ, തലക്കണക്കില്ലെങ്കിലും വാലിനടക്കമുണ്ട്. മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നെന്ന് വരില്ല. പിന്നെ നിന്റെ ഈ കുന്തിരിപ്പ് കേസിൽ കാണിച്ചാൽ മതി, അല്ലാതെ എൻ്റെ നെഞ്ചത്തല്ല. ഇനി അങ്ങനെ ചെയ്ത കൈയും കെട്ടി ഞാൻ നോക്കിയിരുന്നെന്ന് വരില്ല. നോക്കടാ, ഭഗത് സാറിന്റെ പൊള്ളി. ഇങ്ങനെ വീരവാദം അടിക്കുന്ന സാറ് എത്ര കേസ് തെളിയിച്ചു നിനക്കറിയോടാ? വിരലിലുണ്ടാവുന്ന സംഖ്യ ആരെങ്കിലും മറക്കുമോ സാർ? അതാണ്, കളി അറിയില്ലെങ്കിൽ കളിക്കാൻ നിൽക്കരുത്. മിണ്ടാതെ മൂലക്കിരുന്ന് കളിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുപഠിക്കും. എന്റെ നിലവാരം വിളക്കുന്ന സാറ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ വലിയ സംഭവമാണെന്നോ നിന്റെ വിചാരം? ആദ്യം അമ്മായിയുടെ അടുത്ത് മാറ്റി, എന്നിട്ട് വാ കുഞ്ഞാര മോനെ. ഡാ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിർത്ത്. എന്ത് കാഴ്ച കണ്ടു രണ്ടും കൂടെ പിടിച്ചു മാറ്റവരെ. എന്തിനാ സാർ ടെൻഷൻ ആവുന്നേ? അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ. അതെ, വെറുതെ അതിലിടപെട്ട് നമുക്കൂടെ കിട്ടണോ? തല്ലാനുള്ളത് തല്ലി തന്നെ തീർക്കണം. ഇവിടെ ഞാനാണ് നിന്റെ എല്ലാ സുപ്പീരിയർ. സോ ഡു വാട്ട് ഐ സേ. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും ഞാൻ പുറത്താക്കും.